ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡീലിങ്ങിൻ്റെ 615 എന്ന് പറഞ്ഞ മോഡലിൽ വയർലെസ് ആയിട്ട്, അതായത് വയർഡ് ഇല്ലാണ്ട് വയർലെസ് ആയിട്ട് എങ്ങനെ എക്സ്റ്റൻഡർ മോഡിൽ വൈഫൈ എക്സ്റ്റെൻഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഗറേഷനാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് ട്യൂട്ടോറിയൽ വീഡിയോസാണ് കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 615 എന്ന് പറഞ്ഞ റൗട്ടർ. അപ്പോൾ ഈ റൗട്ടർ നമ്മൾ വയർലെസ് ആയിട്ട്, അതായത് വയറുടെ കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, നമ്മൾ വയർഡായിട്ട് കൊടുക്കുമ്പോൾ മെയിൻ മോഡൽ വാൻ എന്ന് പറഞ്ഞ ഈ പോർട്ടിൽ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇതിൻ്റെ അഡാപ്റ്റർ മാത്രം ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളൂ. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വയർലെസ് ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്യാം. അതായത് നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്നുള്ള ആ സിഗ്നൽ കിട്ടുന്നിടത്ത് വേണം നമ്മളിരുന്ന് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ എടുക്കാം, അവിടെ നമ്മുടെ വൈഫൈ സെറ്റിംഗ്സ് എടുക്കാം. വൈഫൈ സെറ്റിംഗ്സ് നമുക്ക് എടുക്കാൻ അറിയാം, അതായത് വെറുതെ നമ്മൾ സെറ്റിംഗ്സിൽ പോയി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വൈഫൈയുടെ ആ സിമ്പിളിൽ ഞെക്കി പിടിച്ചാൽ ഓട്ടോമാറ്റിക് നമ്മുടെ വൈഫൈ സെറ്റിംഗ്സിൽ പോകും. അവിടെ നിന്ന് DIR615 കൂടെ കാണിക്കുന്നുണ്ട്, അതാണ് ഈ ഒരു റൗട്ടറിൻ്റെ പേര്. അപ്പോൾ അതിനാദ്യം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഓൾറെഡി ഞാനിത് കണക്ട് ചെയ്തുകൊണ്ട് പാസ്വേഡ് ചോദിക്കുന്നില്ല. നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ചോദിക്കുമ്പോൾ അല്ലേ കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി തന്നെ അതിൻ്റെ കോൺഫിഗറേഷൻ പേജിലോട്ട് പോകും. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി തന്നെ അതിൻ്റെ കോൺഫിഗറേഷൻ പേജിലോട്ട് സൈൻ ഇൻ ആവും. അവിടെ നമ്മൾ വേണം കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് വന്ന ഭാഗം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പുറകിൽ തന്നെയുണ്ട് ഈ ഒരു WPS എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. WPS പിൻ എന്നുണ്ടല്ലോ, ഇതേ പിന്ന് തന്നെയാണ് ഇതിൻ്റെ വൈഫൈ പാസ്വേഡ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ലോഗിൻ പേജിലോട്ട് പോകും. ലോഗിൻ പേജിലോട്ട് പോയിട്ട് അവിടെ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം എസ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ വയർഡ് ആണോ വയർലെസ് ആണോ എന്ന് ചോദിക്കാം. നമ്മളിത് വയർഡ് അല്ല, നമ്മൾ വയറൊന്നും ഇല്ലാണ്ട് വയർലെസ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വൈഫൈ കൊടുത്ത് കഴിയുമ്പോൾ W റിപ്പീറ്റർ ഓൾറെഡി ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ആയിരിക്കും അവിടെ വരുന്നത്. അതിന് നമ്മൾ സെർച്ച് ചെയ്യുക, ഈ വയർലെസ് നെറ്റ്വർക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി നെറ്റ് ലിങ്കിൻ്റെ മോഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നെറ്റ് ലിങ്കിൻ്റെ ഇവിടെ തെളിഞ്ഞ് വരും. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം, നെറ്റ് ലിങ്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ നെറ്റ് ലിങ്ക് നമ്മൾ സെലക്ട് ചെയ്യുക. നെറ്റ് ലിങ്ക് സെലക്ട് ചെയ്യാൻ മീൻസ് നിങ്ങളുടെ റൗട്ടർ ഏതാണോ, അപ്പോൾ ഈ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു പേര്, അതായത് നിങ്ങളുടെ മെയിൻ മോഡത്തിൻ്റെ പേര് ഇവിടെ തെളിഞ്ഞ് വരും. അപ്പോൾ അത് വേണം നമ്മൾ തുടങ്ങാൻ. ഞാനിവിടെ നെറ്റ് ലിങ്ക് ആയതുകൊണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നെറ്റ് ലിങ്ക് വന്നത്. നിങ്ങളുടെ ഏതാണോ കണക്ഷൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പേര് ഇവിടെ വരും. അപ്പോൾ അതിൻ്റെ പാസ്വേഡ്, അതായത് നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ പാസ്വേഡ് വേണം ഇവിടെ കൊടുക്കാൻ. പേര് നമ്മൾ സെലക്ട് ചെയ്തു, ഓൾറെഡി ഇതിനകത്ത് പാസ്വേഡ് PSK എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ പാസ്വേഡ് എന്താണോ അത് വേണം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ആ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം സെലക്ട് ചെയ്യാൻ പറയും, അതായത് കണക്ഷൻ മോഡ് സെലക്ട് ചെയ്യാൻ പറയും, കണക്ഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാൻ പറയും. അവിടെ നമ്മൾ ഡൈനാമിക് IPv4 സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിന് കൊടുക്കേണ്ട പേര്, ഏത് പേരിലാണ് ഇത് കൊടുക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് നെറ്റ് ലിങ്ക് EXT എന്നാണ് കൊടുത്തേക്കുന്നത്. നെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ മോഡം, അതിൻ്റെ ഇപ്പം EXT ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, പാസ്വേഡാണ്, അതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓൾറെഡി പാസ്വേഡ് അത് വരും. പാസ്വേഡ് ഓൾറെഡി നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ പാസ്വേഡ്, അതേ പാസ്വേഡ് തന്നെയായിരിക്കും ഇവിടെ വന്നത്. ഇല്ല, നമുക്ക് വേണം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് മാറ്റുമ്പോൾ ഇതിൻ്റെ പാസ്വേഡ് വേറെ ആയിരിക്കും, മെയിൻ മോഡത്തിൻ്റെ ആയിരിക്കില്ല, വേറെ പാസ്വേഡ് ആയിരിക്കും ഇനി കിടക്കുന്നത്. നിലവിൽ നമ്മൾ മാറ്റുന്നില്ല, മെയിൻ പാസ്വേഡ് അതേ വേണമെങ്കിൽ പാസ്വേഡ് മാറ്റിയേക്കാം. ഇതിനകത്ത് പാസ്വേഡ് നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ മാറ്റാം. ഇതിൻ്റെ പാസ്വേഡ് ജസ്റ്റ് 1 2 3 4 5 6 7 8 9 0 ഈ ഒരു പാസ്വേഡാണ് ഇടാൻ പോകുന്നത്. ഈ ഒരു പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. പാസ്വേഡ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ മാറ്റണ്ട. അതുപോലെ തന്നെ പേര് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമ്മൾ അടിയിൽ ഒരു നെക്സ്റ്റ് സെലക്ട് ചെയ്യും, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഒരു പേരും പാസ്വേഡ് ചോദിക്കും, അത് നമുക്ക് ഇഷ്ടമുള്ള പേരും പാസ്വേഡും കൊടുക്കാം. നമ്മുടെ ഒരു പാസ്വേഡ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് കണക്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ പേജിലൊക്കെ കയറണമെങ്കിലോ ഒക്കെയുള്ള ഒരു പാസ്വേഡാണ്. അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കണ്ടെന്നല്ല, നമുക്ക് കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു പാസ്വേഡ് നമ്മൾ കൊടുത്തിരിക്കുക. അപ്പോൾ അത് ഓർമ്മിച്ചും വെക്കുക, ഏതാണെന്നുള്ളത് ഓർമ്മിച്ചും വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം എന്തൊക്കെയാണ് കൊടുത്തതെന്നുള്ളത് കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ അപ്ലൈ കൊടുക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു 3 ലൈറ്റ് കത്തുന്നതോടുകൂടിയാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്. ഇപ്പോൾ 2 ലൈറ്റ് കത്തിയിട്ടുള്ളൂ. ഇതിനകത്ത് അപ്ലൈയിങ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ വരും. അതിനുശേഷം ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ ഇവിടെ 3 ലൈറ്റും കത്തും. ചിലത് ബ്ലിങ്ക് ചെയ്യും, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ബ്ലിങ്ക് ചെയ്യും. ആദ്യത്തെ പവർ ലൈറ്റ് കത്തിയിരിക്കും. ഈ 3 ലൈറ്റ് കത്തുന്നതോടുകൂടി ഇതിനകത്ത് ഓക്കെ ആയിട്ട് വരും. ഇപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ നിങ്ങൾ, നെറ്റ് ലിങ്ക് EXT എന്ന് പറഞ്ഞ ഇവിടെ പേര് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു 3 ലൈറ്റും കത്തിയിട്ടുണ്ട്. അതായത് വയർലെസ് ആയിട്ട് ഇത് കോൺഫിഗറേഷൻ ആയി. അതായത് മെയിൻ മോഡത്തിൻ്റെ വേറെ ഒരു വയറും കൊടുത്തിട്ടില്ല, അഡാപ്റ്റർ അല്ലാണ്ട് നമ്മളൊരു വയർ കൂടെ കൊടുത്തിട്ടില്ല, വയർലെസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. വയർലെസ് ആയിട്ട് നമ്മൾ മെയിൻ മോഡമായിട്ട് ഇത് കോൺഫിഗറേഷൻ ആയി. അപ്പോൾ നമുക്ക് ഈ നെറ്റ് ലിങ്ക് EXT ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നെറ്റ് ലിങ്ക് EXT കണക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നമ്മൾ ആ കൊടുത്താൽ 1 0 എന്നുള്ള പാസ്വേഡ് ആ ജസ്റ്റ് കൊടുത്തു, അത് കണക്ട് ചെയ്തു. ഇപ്പോൾ നെറ്റ് ലിങ്കിൽ ഇപ്പോൾ കണക്റ്റഡ് ആവും. ഇപ്പോൾ കണക്ഷൻ കൊടുക്കുന്നുണ്ട്.
ഒപ്റ്റെയിനിങ് IP അഡ്രസ് എന്ന് പറഞ്ഞത് കണക്റ്റഡ് എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ ഇത് വയർലെസ് ആയിട്ട് കോൺഫിഗറേഷൻ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞ് വന്നു, അതായത് ഇതിൻ്റെ വയർലെസ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു 615 നമ്മൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, അതായത് കോൺഫിഗറേഷൻ ചെയ്യുന്നത്.